എൻ ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാർ, പി കെ ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പാർട്ടിക്കുള്ളിലെ ചില വിമർശനങ്ങളാണ്, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഇന്ന് നേരിടുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, താങ്കളും കണ്ടു കാണുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം? അതായത് സാധാരണ നമ്മൾ വാർത്തകൾ എടുക്കുമ്പോൾ ഒളിയമ്പെന്ന് പറയാറുണ്ട്. ഈ ഒളിയമ്പ് എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചോ എന്ന രീതിയിൽ പാർട്ടിക്ക് എതിരെ എന്ന് ഞാൻ പറയില്ല. പക്ഷെ പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരായിട്ടുള്ള ശക്തിയുടെ ഒരു അഭിപ്രായമാണത്. ആ അഭിപ്രായം അദ്ദേഹം ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. മദ്യലഹരിക്ക് അടിപ്പെട്ടിട്ട് പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ, ആരാണ് മദ്യലഹരിക്ക് അടിപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ഡിവൈഎഫ്ഐയുടെ ആളുകളല്ലേ. അതുപോലെ തന്നെ പാർട്ടിയെ വെള്ള പതിപ്പിച്ച് കിടത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളിപ്പോൾ കാണുന്ന കാര്യങ്ങൾ തന്നെ. പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കൾക്കെതിരായിട്ടുള്ള ശശിയുടെ ആക്രമണമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് അത് നിഷേധിക്കാനും കഴിയും. കാരണം ഞാൻ അത് പാർട്ടിയിൽ നിന്നും പുറത്തു പോയവരെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷെ ആ വ്യാഖ്യാനം അവിടേക്ക് ഒത്തുപോകുന്നില്ല. കാരണം അത് പാർട്ടിക്ക് പുറത്തു പോയവരാണെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോയവരെ കുറിച്ച് പാർട്ടി നേതാവ് അഭിപ്രായം പറയേണ്ടത് ഇങ്ങനെയല്ലല്ലോ. ഇതിപ്പോ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നവർക്കെതിരായിട്ടുള്ള ഒരു നീക്കം തന്നെ. അതിന്റെ ഓരോ വരിയും വായിച്ചാൽ അറിയാം. പി കെ ശശി ഷൊർണൂരിലത്തെ പ്രമുഖ നേതാവാണ്, മുൻ MLA ആണ്, പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു, CITU നേതാവാണ്. അപ്പൊ അദ്ദേഹത്തെ പല കാലങ്ങളിൽ പല രീതിയിൽ പാർട്ടിയിലെ ചില നേതാക്കൾ അദ്ദേഹത്തെ അവരുടെ ഭാഷയിൽ വേട്ടയാടി എന്നുള്ള പറയാറുണ്ട്. അപ്പൊ അത് ഒരു പുതുവത്സര ദിനം വന്നപ്പോൾ പറ്റിയ അവസരം വന്നു. അവസരത്തിനൊത്ത് ആക്ഷേപം ഉന്നയിക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയും. അത് കൊള്ളും. അത് അങ്ങനല്ല എന്ന് വ്യാഖ്യാനിച്ചു വേണമെങ്കിൽ അവർക്കും വ്യാഖ്യാനിക്കാം. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എത്ര ഒരു 10, 30, 40 വരികളുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ. ഇത്രയും വരികൾ വെറുതെ പാർട്ടിക്ക് പുറത്തു പോയവർക്ക് വേണ്ടി എഴുതി ശശിയുടെ കൈ കഴയ്ക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശശി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ജനത്തിന് മനസ്സിലായി. അതുപോലെ തന്നെ CPM പ്രവർത്തകർക്ക് മനസ്സിലാവും. അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതും CPM പ്രവർത്തകർക്ക് മനസ്സിലാകുന്നതും ഒരേ ഭാഷ തന്നെയാണെന്ന് ശശിക്ക് ബോധ്യപ്പെട്ടാൽ അവരെ ശശി വിജയിച്ചു. ശശി വിജയിച്ചു എന്ന് വെച്ചാൽ പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ പുറത്തറിയില്ല. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ അദ്ദേഹം പറഞ്ഞു കാണും. പക്ഷെ പുറത്തറിയണമെങ്കിൽ എന്ത് ചെയ്യും? അവസരത്തിനൊത്ത് പ്രതികരിക്കണം. അങ്ങനെ അവസരത്തിനൊത്ത് പ്രതികരിക്കാൻ കിട്ടിയ ഒരു പുതുവത്സര ദിനത്തിൽ അദ്ദേഹം സുന്ദരമായിട്ട് ആ അവസരം ഉപയോഗിച്ചിരിക്കുന്നു. അത് വായിക്കുന്നവർക്കറിയാം. പാർട്ടിയിൽ ഇന്ന് നയിക്കുന്ന ചില നേതാക്കൾക്കെതിരായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണത്. അത് വ്യക്തമാണ്. ഓരോ കാര്യങ്ങളും വ്യക്തമാണ്. കാരണം നമ്മൾ ഇതിനു മുമ്പ് പത്രങ്ങളിൽ വായിച്ച വാർത്തകളും കാര്യങ്ങളും ഒക്കെ തന്നെ അതിലുള്ളൂ. അത് വേറെ രീതിയിൽ പറയുന്നെന്ന് മാത്രം. പിന്നെ അദ്ദേഹം പറയുന്നത് അത് ഞാൻ പാർട്ടിക്കെതിരല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഭാഷ പാർട്ടിക്കെതിരല്ല. ശരിയാണ്, പാർട്ടിക്കെതിരല്ല. പാർട്ടിക്കെതിരാന്ന് വെച്ചാൽ പാർട്ടി എന്ന ആ ഒരു തത്വത്തെയാണ്, ആ ഒരു സംവിധാനത്തെയാണ്. ആ സംവിധാനത്തെ അദ്ദേഹം എതിർക്കുന്നില്ല. സുധാകരൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ പാർട്ടിക്കൊപ്പമാണ്, പാർട്ടി എതിർക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്? പാർട്ടി നേതാക്കൾക്കെതിരെ. അപ്പൊ പാർട്ടി നേതാക്കൾക്ക് എതിരെ പറയുന്നതും പാർട്ടിക്കെതിരെ പറയുന്നതും രണ്ടാണ്. പാർട്ടിക്കെതിരെ പറയുക എന്ന് വെച്ചാൽ പാർട്ടിയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പാർട്ടിയെ തള്ളിപ്പറയുക എന്നുള്ളതാണ്. ഇത് പാർട്ടിയിൽ നിന്നുകൊണ്ട് പാർട്ടിക്കുള്ളിലെ തനിക്ക് ഇഷ്ടമില്ലാത്ത നേതാക്കളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാൻ പുതുവത്സരത്തെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് സുധാകരൻ ഇന്നലെ ആലപ്പുഴയിൽ പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്? പത്തനംതിട്ടയിൽ എനിക്കെതിരെ ചില ആരോപണം ഉന്നയിച്ചു. അത് പറഞ്ഞതല്ല, പറയിപ്പിച്ചതാണ്. ഞാൻ വേദികളിൽ തുറന്നു പറയും. അത് പാർട്ടിക്ക് വേണ്ടി പറയുന്നതാണ്. പാർട്ടി എന്ന് പറയുന്ന സംവിധാനവും പാർട്ടി നേതാക്കളും രണ്ടായിട്ട് CPM നേതാക്കൾ കാണുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർഗനൈസേഷണൽ എത്തിക്സ് പ്രകാരം വ്യക്തികൾക്ക് അവിടെ സ്ഥാനമൊന്നുമില്ല. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്കാണ് സ്ഥാനം. അപ്പൊ ഇവിടെ വ്യക്തികൾ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒറ്റതിരിഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവരെ ശരിക്ക് കശക്കുകയാണ് ചെയ്യുന്നത്. വിവരമുള്ളവർക്ക് മനസ്സിലാകും, പാർട്ടിക്കാർക്ക് മനസ്സിലാകും, അല്പസ്വല്പം പത്രം വായിക്കുന്നവർക്കും രാഷ്ട്രീയ വർത്തമാനം നിരീക്ഷിക്കുന്നവർക്കും ഇതെല്ലാം മനസ്സിലാകും. എന്തായാലും ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്
അദ്ദേഹം ഡിലീറ്റ് ചെയ്ത് അദ്ദേഹം അത് റദ്ദാക്കി കളഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവിടെ കിടക്കട്ടെ എന്നാണ്. അല്ലെങ്കിൽ ഒരു വിവാദമായി എന്ന് തോന്നുമ്പോൾ സാധാരണ ഇതിൽ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി, അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. അങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റ് താൻ ഇനി പിൻവലിക്കുന്നതാണ് ഉചിതം എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ലല്ലോ. ഈ ഒരു 10 മിനിറ്റ് മുമ്പേ അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ കിടക്കട്ടെ എന്ന് തന്നെയല്ലേ. അപ്പൊ കൊള്ളേണ്ടവർക്ക് കൊള്ളും, അതാണ് അതിന്റെ അർത്ഥം. അതെ, വളരെ നന്ദി ശ്രീ എൻ ശ്രീകുമാർ പ്രതികരിച്ചത്.